ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് കിച്ചൺ ഫോർ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വാളരിപ്പയർ കൊണ്ടുള്ള മെഴുക്ക് പുരട്ടിയാണ്. നിങ്ങളുടെ നാട്ടിൽ ഈ പയറിന് എന്ത് പേരാണ് പറയുന്നത്? ഞങ്ങൾ വാളരിപ്പയർ എന്നാണ് പറയുന്നത്. രണ്ട് വശത്തെ നാര് കളയാനായിട്ട് ഇതുപോലൊന്ന് ചെത്തിക്കൊടുക്കണം. സൈഡ് വശം ചെത്തിക്കളഞ്ഞതിന് ശേഷമാണ് അരിഞ്ഞെടുക്കേണ്ടത്. മെഴുക്ക് പുരട്ടിക്ക് ഈ രീതിയിലാണ് അരിഞ്ഞെടുക്കുന്നത്. തോരനാണെങ്കിൽ അത് നടുകെ ഒന്നും കൂടെ പിളർന്നതിന് ശേഷം ചെറുതായിട്ട് കട്ടി കുറച്ച് അരിഞ്ഞെടുക്കുന്നത്. മെഴുക്ക് പുരട്ടിക്ക് ഈ രീതിയിലും. തോരൻ വെക്കാനും മെഴുക്ക് പുരട്ടി വെക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് ഈ വാളരിപ്പയറ്. വാളരിപ്പയറിൻ്റെ ഒരു മൂട് മതി. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പയറെ അതിൽ നിന്നും കിട്ടും. അരിഞ്ഞെടുത്തിരിക്കുന്ന പയറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ ഉപ്പുപൊടിയും 5 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അച്ചിങ്ങാപ്പയറും ബീൻസിൻ്റെയൊക്കെ കൂട്ടല്ല, ഈ പയറിന് കുറച്ച് കട്ടി കൂടുതലാണ്. അതുകൊണ്ട് വെന്ത് കിട്ടുന്നതിന് വേണ്ടി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം അടപ്പ് മാറ്റി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ വെള്ളമെല്ലാം പറ്റി പയർ നല്ലവണ്ണം വെന്ത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും കടുക് താളിച്ച് പയർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് മീഡിയം സൈസിലുള്ള 1.5 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വലിയ സവാളയാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം സവാളയൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. സവാള കളറ് മാറി ഈ രീതിയിലൊന്ന് വഴന്നു വരണേ. വഴറ്റിയ സവാളയിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വാളരിപ്പയർ ചേർത്ത് കൊടുക്കാം. സവാളയും വാളരിപ്പയറും എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം മിക്സ് ആകുന്നത് പോലെ ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിമെ കൂട്ടിയിട്ട് കൊടുക്കരുത്. ലോ ഫ്ലെയിമിലിട്ട് വേണം പയറെ ഇളക്കി കൊടുക്കാനായിട്ട്. വാളരിപ്പയറിലെ വെള്ളമെല്ലാം പറ്റി ഒന്ന് മുരിഞ്ഞു വരാൻ തുടങ്ങുന്ന സമയം വരെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അച്ചിങ്ങാപ്പയറും ബീൻസും ഒക്കെ മെഴുക്ക് പുരട്ടി വെക്കത്തില്ലേ, ആ രീതിയിൽ തന്നെയാണ് വാളരിപ്പയർ മെഴുക്ക് പുരട്ടി വെക്കുന്നത്. കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും പ്രത്യേകം താങ്ക്സ് പറയുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എനിക്കുണ്ടായിരിക്കണം. വാളരിപ്പയർ എണ്ണയിൽ കിടന്ന് വഴന്ന് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. വാളരിപ്പയറിൻ്റെ ഈ മെഴുക്ക് പുരട്ടി ചോറിനകത്തിട്ട് ഇളക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്കൊക്കെ വളരെ കുറവാണ് എനിക്ക്. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.